ഹലോ, ഇത് സെന്നിച്ചായൻ. ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒരു ക്ലാസ്സിൽ പഠിച്ച കവുത്രപ്പള്ളി സ്കൂളിൽ CMS സ്കൂളിലും സെൻറ് മേരീസ് UP സ്കൂളിലും കറുകച്ചാൽ NSS ബോയ്സ് ഹൈസ്കൂളിലും ഒരുമിച്ച് പഠിച്ച് പിന്നീട് പല ശാഖകളിലായി പല പഠനങ്ങളിലേക്ക് തിരിഞ്ഞ് ഞാൻ വിദ്യാഭ്യാസം ചെയ്തത് സെൻറ് ബർക്കുമാൻസ് കോളേജിലായിരുന്നു. അതിനുശേഷം ഗവൺമെൻറ് സർവീസിൽ ഒരു ട്രഷറി ഓഫീസറായിട്ട് ജില്ലാ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. എൻ്റെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്താണ് സെന്നിച്ചായൻ. അമേരിക്കയിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. എങ്കിലും ഞങ്ങൾ എപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കോണ്ടാക്ട് ചെയ്യുകയും എന്നും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വളരെ സെന്നിച്ചായൻ്റെ അമ്മ ഞങ്ങളുടെ നാട്ടിലെ ഒരു മാതൃക അധ്യാപികയായിരുന്നു. ആ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾക്ക് 100 നാവാണ് പറയാൻ. സെന്നിച്ചായൻ്റെ അമ്മ സാറാമ്മ ടീച്ചറും പോത്തൻ സാറെന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാരായിട്ട് സേവനമനുഷ്ഠിച്ച് സുദീർഘമായ സേവനം അനുഷ്ഠിച്ച് ഇത്രയും വലിയൊരു കുടുംബത്തെക്കുറിച്ചുള്ള സാക്ഷ്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യമാണ്. സെന്നിച്ചായൻ്റെ ജ്യേഷ്ഠന്മാരെ കുറിച്ചൊക്കെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരും ഇന്നും ആർക്കും അറിയാം. അഭിമാനത്തോടു കൂടിയാണ് ജോളി സാറിനെ അതുപോലെ സണ്ണിച്ചായനെ കുറിച്ച് കുതിരപ്പള്ളി പഠിപ്പിച്ച നാട്ടിലും വലിയൊരു സാക്ഷ്യമുള്ള ആളാണ്. കുടുംബമാണ് ഈ കുടുംബം. ഇവർ ചെയ്യുന്ന എല്ലാവിധ ദൈവസ്നേഹത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുള്ളവരാണ്. എന്നും എപ്പോഴും ഒരു ദിവസമെങ്കിലും ഞാൻ സെന്നിയെ കുറിച്ച് ഓർക്കാറുണ്ട്. ഒരു ആപത്ത് നിന്നൊക്കെയും ദൈവം കാത്തു പരിപാലിച്ച് എന്നും ദൈവം നിലനിർത്തുന്ന ആ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾക്ക് 100 നന്ദിയാണ് പറയാനുള്ളത്. കുടുംബമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇന്നും ഞങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് എന്നും ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും മെസ്സേജ് അയക്കാറുണ്ട്. കാരണം രാജ്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും സ്നേഹബന്ധത്തിന് യാതൊരു കുറവുമില്ലായിരുന്നു. ഇന്ന് പരസ്പരം എല്ലാ ദിവസങ്ങളിലും മെസ്സേജ് കാണുകയും അതുപോലെ ഞങ്ങളുടെ അച്ഛൻ സാംജി അച്ഛനാണ്. അച്ഛന് സെന്നിച്ചായനുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ആ അച്ഛനാണ് ഞങ്ങളെക്കുറിച്ച് സെന്നിച്ചായനെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളതും. ആ അച്ഛൻ്റെ ഒരു ഇതും കൂടെയാണ്, പ്രോത്സാഹനമാണ് ഞാൻ സെന്നിച്ചായനെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനും. ഇതുപോലെ ഞങ്ങൾ കൂത്രപ്പള്ളിയിലെ വേമ്പുന്താനം എന്ന ഉപസഭയുടെ പ്രവർത്തിച്ച വാർഡനാണ് ഞാൻ. പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഒരു സഭ ഒരു പുതിയ അത് നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിൽ പറയാം. 2 വാക്ക് ബാബുജോണിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കൂത്രപ്പള്ളി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കാൻ വരുമ്പോഴാണ് ബാബുജോണിനെ പരിചയപ്പെടുന്നത്. അന്ന് ബാബുജോൺ എന്ന് പേരുള്ള 2 പേരുണ്ടായിരുന്നു. പിന്നെ ഒരു സാമുവേൽ ഉണ്ടായിരുന്നു. പിന്നെ സാബു, നിലത്തുമുക്കിലെ സാബു. അപ്പം ഞങ്ങൾ കൂത്രപ്പള്ളി സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണത്തിന് നിലത്തുമുക്ക് സാബുവിന്റെ വീട്ടിലൊക്കെ വരുമായിരുന്നു. ആ സമയത്ത് നെയ്ബറായിട്ടുള്ള സാമുവിൻ്റെ വീടും ഒക്കെ കാണാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വ്യക്തി സ്കൂളൊക്കെ കഴിഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബാബുജോണിനെ പറ്റി എക്സ്ക്ലൂസീവ് പറഞ്ഞാൽ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. കണക്കിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷും സാമാന്യം നന്നായിട്ട് ക്ലാസ്സിൽ പെർഫോം ചെയ്യുമായിരുന്നു. ഇതിലൊക്കെ ഉപരി NSSൽ 8, 9, 10 വന്നപ്പോഴാണ് ബാബുജോണിൻ്റെ യഥാർത്ഥ കഴിവ് മനസ്സിലാക്കിയത്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ ഈ ബാബുജോണിന്റെ കാലിൽ നിന്ന് ഒരു പന്ത് കിട്ടിയിട്ട് ഒരു കളി ഞങ്ങൾക്ക് ഗ്രൗണ്ട് മുഴുവൻ ഞങ്ങളായിട്ട് ഓടിക്കുമായിരുന്നു. ബാബുജോണിന്റെ ട്രിപ്പിളിങ്ങും ബാബുജോണിന്റെ ഫുട്ബോൾ കളി. അന്ന് ആ കാലിൽ നിന്ന് ഒരു പന്ത് കിട്ടിയിട്ട് ഒരു അടിച്ചിട്ട് വീട്ടിൽ പോകാതെ വിചാരിച്ച് നടക്കുകയായിരുന്നു. അത്ര കഴിവുള്ള ഒരു വ്യക്തിയാണ്. പിന്നീട് ഇപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോവുകയും ബാബുജോണിനെ പിന്നീട് മനസ്സിലാക്കി ഗവൺമെന്റ് സർവീസിലൊക്കെ ആയിരുന്നു. SBയിലെ കാലഘട്ടത്തിൽ സത്യത്തിൽ ബാബുജോണിനെ ഞാൻ അധികം നമ്മൾ ബസ്സിലൊക്കെ ഒന്ന് വിചാരിക്കുമെങ്കിലും അധികം നമ്മൾ മീറ്റ് ചെയ്തില്ല. ബാബുജോൺ ഏത് ഗ്രൂപ്പായിരുന്നു? 4th ആയിരുന്നു? തേർഡിലായിരുന്നു. അതുകൊണ്ടായിരിക്കും നമ്മൾ തമ്മിൽ അങ്ങോട്ട് ഒരു മിക്സപ്പ് വന്നില്ല. എക്കണോമിക്സ് വന്നു. അത് ശരി. എനിവേ, താങ്ക് യു ബാബുജോൺ. ഇന്ന് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.